യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 28-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. യൗവനശക്തി എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കും. നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഒരു ദൈവമുണ്ട്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ച, ആകാശവിധാനത്തെ നിർമ്മിച്ച, സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് കൽപ്പന കൊടുത്ത മഹാദൈവം. അദ്ദേഹം ക്ഷീണിക്കുന്നില്ല, ഓക്കെ, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധിയും ക്ഷീണിക്കുന്നില്ല. ഈ മസിൽസ് മാത്രമല്ല ക്ഷീണിക്കുന്നത്, ബുദ്ധിയും ക്ഷീണിക്കും. ഓർമ്മയ്ക്ക് ചെറിയ കുറവ് വരുമ്പോൾ നമുക്കറിയാം അത് ബുദ്ധി ക്ഷീണിച്ചെന്ന അതിൻ്റെ അർത്ഥം. അതേ തുടർന്ന് ഓരോന്നോരോന്ന് വരും. ഇവിടെ പറയുന്നു ഒരു ദൈവമുണ്ട്, അവന്റെ ബുദ്ധി ഒരിക്കലും ക്ഷീണിക്കുന്നു. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. സർവജ്ഞാനിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത വാചകം നോക്കൂ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത വാചകം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ ചാർജിങ് പോയിന്റ് കണ്ടുപിടിക്കണം. ചാർജിങ് പോയിന്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ വാങ്ങിയ മൊബൈല് ഏറ്റവും ആപ്ലിക്കേഷൻ കൂടുതലുള്ളതാണെങ്കിൽ, ഫങ്ഷൻസ് കൂടുതലുള്ളതാണെങ്കിൽ അതിന് നന്നായിട്ട് കറണ്ട് വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ഉപയോഗം കുറവാണ്, ആപ്ലിക്കേഷൻ കുറവാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ് നീണ്ടു നിൽക്കും. ചിലപ്പോൾ 2 ദിവസം ഉപയോഗിക്കും. പിന്നെ സ്പെഷ്യൽ ബാറ്ററി ഉള്ള മൊബൈൽ വാങ്ങാൻ കിട്ടും, ഇതിലൂടെ വില കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ചാർജിങ് പോയിന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യം. ഇപ്പൊ പിള്ളേർ എന്ത് ചെയ്യുന്നു? പവർ ബാങ്ക് മേടിക്കും. എന്താ കാര്യം? അവർക്ക് ഒത്തിരി പരിപാടി മൊബൈലിനകത്തുണ്ട്. എല്ലായിടത്തും പ്ലഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം ചാർജ് ചെയ്യാവുന്ന ഒരു സൂത്രം കയ്യിലുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരെണ്ണം വാങ്ങി തന്നു മോൻ. ഞാനത് വേണ്ടാന്ന് വെച്ചിരുന്ന ആളാണ്. കാരണം അത് പൊട്ടിത്തെറിക്കുന്നു, അപകടം ഉണ്ടാവുന്നു, പ്ലെയിൻ യാത്രയിൽ അതിനെ വിലക്കുണ്ട്, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ മേടിച്ചു തന്നപ്പോൾ പ്രയോജനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ യുവാക്കളുടെ ചാർജ് പോകും. അത് പ്ലഗ് ചെയ്യണം. എവിടെ? ദൈവത്തിൽ. സകല ശക്തിയുടെയും ഉറവിടം ദൈവമാണ്, ഈശ്വരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കൊരു ചാർജ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം, എനിക്ക് നിങ്ങളെ കാണാൻ വരികിലും നിങ്ങൾക്ക് എന്നെ കാണാം. നിങ്ങൾക്ക് വചനം കാണാം. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. വചനത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിങ്ങളൊന്ന് റീചാർജ് ആകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇത് വചനം പറയുമ്പോൾ നിങ്ങൾ ചാർജ് ആവും. കാരണം ഇന്ന് ബോംബെയിൽ നിന്നുള്ള സുഹൃത്തുക്കളുമായിട്ട് ഒത്തിരി സമയം പങ്കിട്ടു, ദൈവവചനം പഠിപ്പിച്ചു. അവരിൽ പ്രായമുള്ള ഒരു ആൻറ്റി എന്നോട് പറഞ്ഞ എന്നെ ആൻറ്റി എന്നൊന്നും വിളിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നാലും ആ ആൻറ്റി സ്നേഹവും സന്തോഷവും ബഹുമാനവും കൊണ്ട് കണ്ണ് നിറഞ്ഞു. പാസ്റ്ററെ, ആ രാവിലത്തെ 5 മിനിറ്റ് സന്ദേശം ഒരു ദിവസം മുഴുവനും ചാർജ് നിൽക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചാർജ് ഉണ്ടായി. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിത് കേൾക്കണോ? ഇതല്ലേ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷീണിക്കും ഉറപ്പാണ്, പക്ഷെ ദൈവം ക്ഷീണിക്കയില്ല ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്കൊരു പവർ ബാങ്ക് തരാം.
അത് സർവശക്തനായ ദൈവം, ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സകല പവറിന്റെയും ഉറവിടമാണ് മഹാദൈവം. ആ പവർ ബാങ്കുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾ ക്ഷീണിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് രാവിലെ സാധാരണ അല്ലാത്തൊരു മീറ്റിംഗ് മെസ്സേജായിട്ട് ഞാൻ ഇതിനെ പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്കിന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു റീചാർജ് ആകുന്നത് കാണും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയ ആന്റിമാർ, അങ്കിളുമാർ, കുഞ്ഞുങ്ങൾ, യേശുവിൻ നാമത്തിൽ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, വിശ്വാസത്താൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവർ ശക്തരാകട്ടെ. വിശേഷാൽ ഞങ്ങളുടെ യുവാക്കൾ ശക്തരായിരിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.